ഫസ്റ്റ് ഓൺ 24 കരൂർ ദുരന്തത്തിൽ ടി.വി.കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസിന്റെ മൊഴി. റാലിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് ടി.വി.കെ അറിയിച്ചില്ല എന്നതാണ് പോലീസ് പറയുന്നത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, കരൂർ ദുരന്തത്തിൽ ടി.വി.കെ അധ്യക്ഷൻ വിജയ്ക്ക് എതിരായി ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ മൊഴി വരുന്നു എന്നുള്ളത് അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? എന്തൊക്കെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്? പ്രവിധ, ഈ കരൂർ ദുരന്തത്തിൽ കഴിഞ്ഞ തവണ വിജയ് ഹാജരായ ഘട്ടത്തിൽ തന്നെ സായുധ പോലീസ് DGP ഡേവിഡ്സൺ ദേവാശീർവാദവും ഇവിടെ CBI ആസ്ഥാനത്തെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ആ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അത് തീർത്തും ടി.വി.കെ അധ്യക്ഷനായുള്ള വിജയ്ക്കെതിരായിട്ടുള്ള ഒരു മൊഴിയാണ് തമിഴ്നാട് പോലീസ് നൽകിയിരിക്കുന്നത്. അതായത് റാലിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകും എന്ന് ടി.വി.കെ അറിയിച്ചിരുന്നില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ 10,000 എന്നുള്ളത് 30,000-ത്തിലധികം പേർ എത്തിയത് അപകടത്തിലേക്ക് നയിച്ചതിന്റെ ഒരു കാരണമാകാമെന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും നിലവിൽ ഇന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴി ആസ്പദമാക്കി ടി.വി.കെ അധ്യക്ഷൻ വിജയിൽ നിന്ന് വിവരങ്ങൾ തേടാനാണ് CBI ഒരുങ്ങുന്നത്. കേസിൽ ടി.വി.കെ പാർട്ടി നേതാക്കൾ നൽകിയ മൊഴിയും വിജയുടെ മൊഴിയും തമ്മിൽ പരിശോധിക്കും. അതിലേതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യമുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CBI ഇന്ന് പരിശോധിക്കും. ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണോ വീണ്ടും വിജയെ വിളിപ്പിച്ചിരിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണോ ഇനി അടുത്ത ചോദ്യം ചെയ്യൽ? പ്രവിധ, തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ വിജയ് നൽകിയ മൊഴികളിൽ ചില വ്യക്തത കുറവുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതിൽ പോലീസ് നൽകിയിരിക്കുന്ന ആ മൊഴിയും ഏറെ നിർണായകമാണ് ടി.വി.കെ സംബന്ധിച്ച്. കാരണം ഒരു വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ള വിവരം പാർട്ടി അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഉത്തരവാദിത്തം വീണ്ടും തിരിച്ച് പാർട്ടിയിലേക്ക് പോകുന്നു. എന്നാൽ കഴിഞ്ഞ തവണ വിജയ് പറഞ്ഞത് പ്രാദേശിക ഭരണകൂടത്തിന് ഈ പരിപാടി സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പോലീസ് വിജയ്ക്കെതിരെയാണ് പഴിചാരിയിരിക്കുന്നത്. ഇപ്പോൾ ഈ CBI ആസ്ഥാനത്ത് നമ്മൾ ദൃശ്യം കാണുന്ന CBI ആസ്ഥാനത്ത് ഈ ചോദ്യം ചെയ്യൽ മൊഴി രേഖപ്പെടുത്തൽ പുരോഗമിക്കുകയാണ്. ആ ഘട്ടത്തിൽ എന്തായാലും വിജയെ സംബന്ധിച്ച് ഏറെ നിർണായകം പോലീസ് നൽകിയ മൊഴി, അത് ആസ്പദമാക്കിയുള്ള വിവരങ്ങൾ വിജയിൽ നിന്ന് തേടും. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ടി.വി.കെ പ്രവർത്തകരുടെ മൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും ഒപ്പം തന്നെ വിജയുടെ മൊഴിയും തമ്മിൽ താരതമ്യപ്പെടുത്തും. അതിലെന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെങ്കിൽ കൂടുതൽ കുരുക്കിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുക. എന്തായാലും നിലവിലിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴിയിലെ ഒരു വ്യക്തതകളാണ് ഇപ്പോൾ CBI തേടുന്നത് വിജയിൽ നിന്നും. പ്രവിധ, ശരി. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കരൂർ ദുരന്തത്തിൽ ടി.വി.കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസിന്റെ മൊഴി, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കൂടിയായിരിക്കും ഇത്തവണ അന്വേഷണ സംഘം വിജയോട് ചോദിച്ചറിയുക. റാലിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് ടി.വി.കെ അറിയിച്ചില്ല എന്നതാണ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.